ബഹുമാനപ്പെട്ട വൈദികരെ, മറ്റ് വിശിഷ്ടാതിഥികളെ, പ്രിയപ്പെട്ട താഴെ കുടുംബാംഗങ്ങളെ, ഈ കുടുംബയോഗത്തിൽ സംബന്ധിക്കുന്നതിനും ഇതിൽ ആശംസകളെ അറിയിക്കുന്നതിന് എനിക്ക് അത്യധികമായ സന്തോഷമുണ്ട്. പാതരപ്പുഴയുടെ വികാരി എന്ന നിലയിൽ മാത്രമല്ല, ഈ കുടുംബാംഗങ്ങളുമായിട്ട് പലരുമായിട്ട് ദീർഘകാലത്തെ കാലനൂറ്റാണ്ടിലേറെയുള്ള സ്നേഹബന്ധം കൂടി ഈ കുടുംബങ്ങൾ സംബന്ധിക്കുമ്പോൾ പുതുക്കുവാൻ വളരെ അവസരം കൂടി ലഭിച്ചിരിക്കുന്നതിൽ വളരെയേറെ സന്തോഷമുണ്ട്. കൂടുമ്പോൾ ഇപ്പോഴുള്ളതാണ് കുടുംബം എന്ന് പറയും. എന്ന് പറഞ്ഞാൽ കൂടിപ്പിച്ച് കൂടി വരുന്നത് സന്തോഷത്തിൻ്റെ അനുഭവമാണ്. ഇന്ന് പല കുടുംബങ്ങളിലും കൂടുമ്പോൾ ഇപ്പമാണ് ഉള്ളത്, ഇപ്പക്കേടാണ് ഉള്ളതെന്ന് അവരവരുടെ വിലയിരുത്തുകയും നിവർത്തിയുള്ളൂ. ലോകത്തിൽ കുടികൊള്ളുന്നത് സൃഷ്ടിക്കപ്പെട്ട ആദ്യത്തെ കുടുംബം എന്ന് പറയുന്നത്, രൂപീകരിക്കപ്പെട്ട കുടുംബം എന്ന് പറയുന്നത് ആദാമിന്റെ ഭഗവാന്റെ കുടുംബമായിരുന്നു. എന്നാൽ ആ കുടുംബത്തിന് ഇപ്പോൾ ഉണ്ടായിരുന്നോ എന്ന് പിൽക്കാല സംഭവങ്ങൾ നോക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ജ്യേഷ്ഠൻ അനുജനെ അടിച്ചുകൊള്ളുന്ന കാഴ്ചയാണ് മാതാപിതാക്കന്മാർ പിന്നീട് കാണുവാനായിട്ട് ഇടയായത്. എന്തായിരുന്നു അതിൻ്റെ കാരണം എന്ന് ചോദിച്ചാൽ, മാതാപിതാക്കന്മാരെ പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നുപോയതിൻ്റെ അനന്തരഫലമായിരുന്നു അവരുടെ മക്കളും അതുപോലെ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന അനുഭവത്തിൽ ജീവിക്കാൻ തക്കവണ്ണം പിൽക്കാലത്ത് ഇടയാക്കിയെന്നുള്ളത് യാതൊരു സംശയവുമില്ല. പിന്നെ നമ്മൾ ദിവസത്തിൽ കാണുന്ന കുടുംബമാണ് നോഹയുടെ കുടുംബം. അത് ഐക്യത്തിൻ്റെ പ്രതീകമായിട്ടാണ് നമ്മൾ അവിടെ കാണുന്നത്. നോഹ, ഭാര്യ, 3 ആൺമക്കൾ, അവരുടെ ഭാര്യമാർ ഉൾപ്പെടെ 8 പേരുള്ളതായ ഒരു കുടുംബം. ആ കുടുംബം ഐക്യതയോടും ദൈവവുമായുള്ള ബന്ധത്തിൽ ജീവിച്ചു മുഖാന്തരം അന്ന് ഭൂമിയിലുണ്ടായിരുന്ന സകല മനുഷ്യർ നശിച്ചു പോയിട്ടും ആ കുടുംബം പെട്ടെന്ന് രക്ഷപ്പെട്ടതായ ചരിത്രവും ഞാൻ പറയാൻ നിങ്ങൾക്കറിയാം. അബ്രഹാമിനെ നമ്മൾ നോക്കുമ്പോഴും മക്കളൊന്നുമില്ലായിരുന്നു. അബ്രഹാം സാറയും സഹോദരത്വനായ ലോകത്തിൽ കൂടി ഉൾപ്പെട്ടതായ ആ കുടുംബം, ആ കുടുംബത്തിൽ നമ്മൾ കാണുന്നത് ഒരു കാലത്ത് സ്നേഹവും ഐക്യമുണ്ടായിരുന്നെങ്കിൽ പിൽക്കാലത്ത് ലോകത്തിന്റെ താല്പര്യങ്ങളുടെ പുറകെ പോയപ്പോൾ പിതൃ സഹോദരനെ മറന്ന് ഫലഭൂഷ്ടമായ സ്ഥലങ്ങൾ തനിക്ക് വേണ്ടി തിരഞ്ഞെടുക്കുകയും പിതൃ സഹോദരന് മോശപ്പെട്ട മുട്ടക്കുടുംബം കൊടുക്കുകയും ചെയ്തുകൊണ്ട് സ്വാർത്ഥത കാണിച്ചപ്പോൾ ലോകത്തിന്റെ കുടുംബത്തിലും പല പ്രശ്നങ്ങളും പിൽക്കാലത്ത് ഉണ്ടാകുവാനിടയായി. അവസാന ഫലം എന്ന് പറയുന്നത് ലോകത്തിന് മുഴുവൻ ഒഴിച്ച് സകലവും നഷ്ടപ്പെട്ടവരെ അനുഭവം ചെയ്യുവാനേ ഇടയായിരുന്നു. സ്വതവുമായിട്ട് അടുത്ത ലോകത്ത് അവിടെ ആകാശത്തേക്ക് നശിപ്പിക്കുന്ന സന്ദർഭത്തിൽ സകലവും ഉപേക്ഷിച്ച് സമ്പാദ്യങ്ങളെല്ലാം ഉപേക്ഷിച്ച് വളഞ്ഞ വഴിയിൽ കൂടി പിതൃ സഹോദരനെ പറ്റിച്ചുകൊണ്ട് നേടിയതായ സമ്പാദ്യങ്ങളെല്ലാം ഉപേക്ഷിച്ച് ഓടിപ്പോകുന്ന ഒരു കാഴ്ചയാണ് കാണാനായിട്ട് സാധിക്കുന്നത്. സ്വന്തം ഭാര്യകൾ പിന്നീട് തിരിഞ്ഞ് നോക്കി ഉപ്പുതൂണായിട്ട് ഭരിച്ചു. ലോകത്തിൽ കണ്ട പെണ്ണുകളും ഗുഹയിൽ അഭയം പ്രാപിച്ചെങ്കിലും പിന്നീട് ലോകചരിത്രത്തിൽ പറയാനുള്ള രീതിയിൽ അത്രമാത്രം ക്ലേശമായ ജീവിതത്തിൽ ഉടമയായി തീരുവാൻ മാത്രമേ ലോകത്തിനിടയായി നമുക്കെല്ലാവർക്കും അറിയാം. ആധുനിക കാലത്ത് കുടുംബത്തെക്കുറിച്ച് ഒരു നിരൂപകൻ പറയുന്ന ഒരു സംഭവമുണ്ട്. ഒരു കൊച്ചുകുട്ടിയോട് നിരൂപകൻ ചോദിക്കുകയാണ്, മോനെ എൻ്റെ പിതാവിൻ്റെ പേരെന്താണ്? മകൻ പറയുകയാണ്, എൻ്റെ മമ്മി എപ്പോഴും പപ്പായെ വിളിക്കുന്നത് കാലമാടനാണ്. നിന്റെ മമ്മിയുടെ പേരെന്താണ്? അത് പപ്പ എപ്പോഴും മമ്മിയെ വിളിക്കുന്നത് മൂദേവി എന്നാണ്. നിന്റെ വീട്ടുപേരെന്താണ്? അക്കാര്യത്തിൽ പപ്പായ്ക്ക് മമ്മിക്ക് ഒരേ അഭിപ്രായമാണുള്ളത്, നശിച്ചിടത്തെന്നാണ്. നിന്റെ പേരെന്താണ്? അത് പപ്പായും മമ്മിയെ വിളിക്കുന്നത് തിമ്മനെന്നാണ്. തമാശകളുടെ ഭൂമിയേക്കാണെങ്കിലും നമ്മുടെ ആധുനിക കാലത്ത് പല കുടുംബങ്ങളിലും ചിത്രമായിട്ടും ഇതിനെ കാണാനായിട്ട് സാധിക്കും. ഐക്യതയില്ലാതെ, പരസ്പര സ്നേഹമില്ലാതെ, അന്യോന്യം കുറ്റപ്പെടുത്തുവാനും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുവാനും മാത്രം ഇടയാക്കുന്ന ഒരു പശ്ചാത്തലത്തിൻ്റെ കുടുംബത്തിൻ്റെ പശ്ചാത്തലമാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. സങ്കീർത്തനക്കാരൻ പറയും, നേരിടുന്നവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും, ഐശ്വര്യവും സമ്പത്തും ഭവനത്തിലുണ്ടാകും. 111 സങ്കീർത്തനത്തിൽ പറയുന്നതാണ്, നേരിടുന്നവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും, ഐശ്വര്യവും സമ്പത്തും അവിടെ ഉണ്ടാകും. നമ്മുടെയൊക്കെ പിതാക്കന്മാർ വിധത്തിൽ പറഞ്ഞാൽ ഇന്ന് നമ്മളെ വളർന്ന് നേരിൽ നൽകിയുള്ളവരായിരുന്നു. നമ്മുടെ വിദ്യാഭ്യാസമോ ഇത്രയും സാമ്പത്തിക പദ്ധതിയൊക്കെ നമ്മുടെ പിതാക്കന്മാരുടെ കാലത്തില്ലായിരുന്നെങ്കിലും ദൈവത്തിന് വിളിച്ച് ജീവിക്കുന്ന ഒരു ജീവിതശൈലി അവരുടെ ജീവിതത്തിലുണ്ടായിരുന്നു. രാവിലെ വീണ്ടും പ്രാർത്ഥിക്കണം, പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം മഹാഘോഷമാണ്
ചെറ്റപ്പെടുന്ന സ്ഥാനത്തെ മനോഹരമായ വീടുകൾ പണിയുവാനും ആധുനികമായ എല്ലാ സൗകര്യങ്ങളും ഒക്കെ നമ്മുടെ ഭവനത്തിലുണ്ടായതിന് പിന്നിലെ പ്രേരകശക്തി എന്ന് പറയുന്നത് നമ്മുടെ മാതാപിതാക്കന്മാരുടെ കണ്ണുനീരോടുകൂടിയ പ്രാർത്ഥനയും ദൈവാശ്രയമായിരുന്നു എന്നുള്ള കാര്യത്തിൽ എന്നോട് എല്ലാവരും യോജിക്കുമെന്ന് എനിക്ക് എപ്പോൾ പോലും സംശയമില്ല. അതുകൊണ്ട് നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ പിതാക്കന്മാരെ കാണിക്കുന്ന അതേ പാതയിലൂടെ, പ്രാർത്ഥനയുടെ പാതയിലൂടെ മുന്നോട്ട് പോയാൽ നമ്മുടെ അനന്തര തലമുറ അനുഗ്രഹിക്കപ്പെടുന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. യേശുക്രിസ്തുവിന്റെ പരിശുശ്രൂഷ പല ഭവനങ്ങളിലും കർത്താവ് എഴുന്നള്ളി. അവിടെയൊക്കെ അതിൻ്റെതായ ഫലങ്ങളുണ്ടായി. യായിറോസിന്റെ ഭവനത്തിൽ കർത്താവ് എഴുന്നേൽക്കുന്നത് മൂലം യായിറോസിന്റെ മരിച്ച പുത്രി ഉയർത്തെഴുന്നേറ്റതായിട്ട് നാം കാണുന്നു. സുഖക്കാരനായ സർക്കാരുടെ ഭവനത്തിൽ കർത്താവ് എഴുന്നള്ളി. അതുമൂലം ആ കുടുംബത്തിന് രക്ഷയുണ്ടായതായിട്ട് നാം കാണുന്നുണ്ട്. അതുപോലെ തന്നെ ബഥാനിയുടെ ഭവനത്തിൽ കർത്താവ് എഴുന്നള്ളി. അവർ കർത്താവിൽ നിന്നും അധിക വചനമൊക്കെ കേൾക്കുകയും മാർത്ത കർത്താവിനെ ശുശ്രൂഷിക്കുകയും ചെയ്തു. പിൽക്കാലത്ത് ലാസർ മരിച്ചപ്പോൾ കർത്താവ് വിളിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിച്ചതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ കർത്താവ് എഴുന്നള്ളി ഭവനങ്ങളൊക്കെ അനുഗ്രഹിക്കപ്പെട്ടതായിട്ട് വേദപുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. ഇന്ന് നമ്മുടെ വീടുകളുടെ മുമ്പിൽ എഴുതി വെക്കുന്നവരും ഒരു ചൊല്ലുണ്ട്, യേശുക്രിസ്തു ഈ ഭവനത്തിന്റെ കാണപ്പെടാത്ത അതിഥിയാണ്. യേശുക്രിസ്തു ഈ ഭവനത്തിന്റെ കാണപ്പെടാത്ത അതിഥിയാണെന്ന് പുറത്തെഴുതി വെക്കും. പക്ഷേ അകത്ത് നടക്കുന്ന പല സംഭാഷണങ്ങളും നമ്മുടെ പല പെരുമാറ്റങ്ങളും യേശുക്രിസ്തുവിനെ കാണുകയോ കേൾക്കുകയോ ചെയ്യാനുള്ളതായിരിക്കും നമുക്കറിയാമല്ലോ. അതുകൊണ്ട് യേശുക്രിസ്തുവിനെ പുറത്ത് നിർത്താതെ നമ്മുടെ ഭവനത്തിൽ നടക്കുന്ന കാര്യങ്ങളിൽ എല്ലാം യേശുക്രിസ്തുവിന് പ്രസാദകരമായ രീതിയിലായിരിക്കും. നമ്മുടെ ജീവിതവും നമ്മുടെ വാക്കുകളും നമ്മുടെ പ്രവൃത്തിയും നമ്മുടെ പെരുമാറ്റങ്ങളിലെല്ലാം യേശുക്രിസ്തുവിന് അനുയോജ്യമായ രീതിയിലാണ് തീരുമാനം തക്കോണം നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കണമെന്ന് മാത്രം ഈ അവസരത്തിലൂടെ സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുകയാണ്. ഒരു പ്രസംഗം ഓർമ്മിപ്പിച്ചപ്പോൾ ഉപയോഗം കൂടുതൽ വളരെ ശ്രമകരമായ ഒരു കാര്യമാണ്. അതിനുവേണ്ടി പരിശ്രമിക്കുമ്പോൾ പല എതിർപ്പുകളും ഒക്കെ പല ഭാഗത്തും ഉണ്ടായിരിക്കും. ആ എതിർപ്പുകളെയൊക്കെ തരണം ചെയ്ത് ഞാൻ രോഗിയായ കാലത്തിൽ തന്നെ ഒന്നും കണ്ടില്ല, അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ കല്യാണം ഉണ്ടായി എന്നുള്ളത് ഞാൻ അതിനെ സംബന്ധിച്ചില്ല, അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ മരണമുണ്ടായി നിങ്ങളാരും പറഞ്ഞില്ല എന്നൊക്കെയുള്ളതായ പല പല അനുഭവങ്ങളായിരിക്കും ഉപയോഗം ഒരുമിച്ച് വെച്ചു കൊടുക്കാൻ ശ്രമിക്കുമ്പോൾ പല പല ഭാഗങ്ങളും ഒരുപക്ഷെ ഉണ്ടാകാൻ സാധ്യതയുള്ളത്. അതിലൊരു കാര്യമായി കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അത്രമാത്രം നമ്മുടെ കുടുംബങ്ങളൊക്കെ അകന്ന രീതിയിൽ ആണ് നമ്മൾ ജീവിക്കുന്നത്. ഈയിടെ ഞാൻ കേട്ട ഒരു കാര്യം വളരെ തമാശയായിട്ട് തോന്നി. കാരണം പണ്ടൊക്കെ വീട്ടിൽ കല്യാണം ഉണ്ടായാൽ ഒരാഴ്ചയ്ക്ക് മുമ്പേ ഉത്സവമാണ്. എന്നാൽ നടന്നു എല്ലാവരും കൂടി അതിനെ വേദിക്കുന്നു, ഒന്നിച്ച് ഭക്ഷണം കഴിച്ച് സന്തോഷത്തോടുകൂടി ആ ഒരാഴ്ചക്കാലം വീട്ടിൽ കഴിച്ചുകൊണ്ട് കല്യാണം കഴിഞ്ഞാൽ സ്ത്രീകളുടെ ബന്ധുക്കളൊക്കെ തിരിച്ചു പോകുന്നത്. എന്നാൽ ഇന്നതൊക്കെ മാറി ഓഡിറ്റോറിയത്തിൽ തക്ക സമയത്ത് വരിക, ഭക്ഷണം കഴിക്കുക, പോകുക. അപ്പത്തിരിക്കുന്നത് ഇപ്പത്തിരിക്കുന്നത് ചിലപ്പോൾ ചേട്ടൻ്റെ അനിയൻ്റെ മക്കളായിരുന്നേക്കാം, അല്ലെങ്കിൽ ചേട്ടൻ്റെ അനിയൻ്റെ മക്കളായിരുന്നേക്കാം. അവർ പരസ്പരം പരിചയപ്പെടാൻ രണ്ടുപേർക്കും കാണാനുണ്ടാകും. കാരണം പരിചയപ്പെടുമ്പോൾ വളരെ അടുത്ത ബന്ധമാണ് അദ്ദേഹമായിരിക്കും അറിയുന്നത്. അപ്പോൾ ഒരു പ്രയാസം സംഭവിക്കുന്നതിൽ രണ്ടുപേരും കിട്ടാതിരിക്കും. അതാണ് നമ്മുടെ ആധുനിക കാലത്ത് പലപ്പോഴും സംഭവിക്കുന്നത്. സ്വന്തം സഹോദരന്മാർ പോലും തമ്മിൽ കണ്ടാൽ അറിയത്തില്ല. അങ്ങനെ ഈയിടെ ഒരു സിറ്റിയിൽ കല്യാണം നടന്നു. അപ്പോൾ ഇതിൻ്റെ മാറിൽ അതിൻ്റെ കല്യാണ പദ്ധതി വരുന്നതേ ഓഡിറ്റോറിയത്തിൽ വരുന്നതേ ആർക്കും ആരെയും സ്വന്തക്കാരെ തിരിച്ചു വന്നുകൂടാ. ഞാൻ കേൾക്കുന്ന പല സ്ഥലങ്ങളിലും ഉയർന്ന ഉദ്യോഗസ്ഥന്മാർക്ക് വന്നതിന് മാന്യരായ ആളുകൾ കൈകൾ കെട്ടി വരും. എന്താ നമ്മൾ രണ്ടുപേരെയും കൂടി പരിചയപ്പെടത്തില്ല. ആദ്യത്തെ പദ്ധതിക്ക് തന്നെ കയറിയിരിക്കും, ഊട് കഴിക്കും, ഉടനെ സ്ഥലം വരും. തൻ്റെ മണവാളിന് ഉള്ളിലാണെങ്കിൽ മണവാളിക്ക് മാത്രം ആൾക്കാർക്ക് ബോധ്യപ്പെടത്തില്ല, മണവാട്ടിയുടെ വീട്ടിലാണെങ്കിൽ മണവാളിൻ്റെ ആൾക്കാർക്ക് ബോധ്യപ്പെടത്തില്ല. അവരാരും പരിചയപ്പെടാൻ ഇടം കൊടുക്കത്തുമില്ല. ഉച്ചയാകുമ്പോൾ പലരും അന്വേഷിക്കും, എവിടെ ഒരു ഭക്ഷണമുണ്ട്, അവിടെ പോകും, ഭക്ഷണം കഴിക്കും, പോകും, ആരും ആരെയും പരിചയപ്പെടുന്നില്ല. അങ്ങനെ വന്നപ്പോൾ ഈ ഒരു കല്യാണത്തിന് എടുത്തിരുന്നപ്പോൾ ഇതിനെ നിശ്ചിതമായിട്ട് പറഞ്ഞ കണക്കനുസരിച്ച് ഊണ് തയ്യാറാക്കി. പക്ഷെ പല ആൾക്കാർക്കും ഭക്ഷണം കിട്ടിയില്ല. പിന്നീട് അതിനെക്കുറിച്ച് അന്വേഷിച്ച് വന്നപ്പോഴാണ് ഈ യാഥാർത്ഥ്യം വെളിപ്പെട്ടത്. കാരണം മനുഷ്യനെ അറിയുന്നില്ല. സ്വന്തക്കാരെ പോലും കണ്ടാൽ അറിയാത്ത ഒരവസ്ഥയിലാണ് പ്രത്യേകിച്ച് ക്രിസ്ത്യാനികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഹൈന്ദവരാണെങ്കിൽ ഇന്ന ആളുകൾ നല്ലതെന്ന് പറഞ്ഞ് പപ്പോട്ട് പറഞ്ഞ് പരിചയപ്പെടുത്തും. നമ്മൾ പലപ്പോഴും ബന്ധപ്പെടാറില്ല. അന്യോന്യം കണ്ടാൽ ഒഴിഞ്ഞ് വഴിമാറി പോകാനായിട്ടൊക്കെ ശ്രമിക്കും. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ സ്വന്തം കാര്യം പോലും കണ്ടാൽ അറിയാനുള്ള ഒരു കാലഘട്ടം നമ്മൾ ജീവിക്കുമ്പോൾ ഇതുപോലെയുള്ള കുടുംബങ്ങൾ പുനഃസ്ഥാപിക്കപ്പെടുവാനും ഒരുമിച്ച് കൂടി ആണ്ട് ഒരു ദിവസമെങ്കിലും ഒന്ന്
തുടർന്ന് എല്ലാ വർഷവും മുടങ്ങാതെ ഇതിന്റെ വാർഷികം നടത്തുവാൻ തരണം സവിശേഷനായ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അത് ക്ഷണിച്ചതിനുള്ളതായ സന്തോഷം അറിയിച്ചുകൊണ്ട് ഈ കുടുംബത്തിൽ എല്ലാ